ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കാർത്യായനി ക്ഷേത്രത്തിൽ നിന്നും ലെവിൻ കെ വിജയൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലെവിൻ, പുരാവശത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിശേഷങ്ങൾ? ലെവിന ക്ഷേത്രത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൊടിയേറ്റം നടന്നതായി കാണുന്നു. ഈ ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം എപ്പോഴാണ്? പാറമേക്കാവിലും തിരുവമ്പാടിയിലും ഒക്കെ എപ്പോഴായിരിക്കും ചടങ്ങുകൾ നടക്കുക, ലെവിൻ? ഗൗതം, കാത്തിരുന്ന ആവേശപൂരത്തിന് കൊടിയേറ്റം അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 8-10 ക്ഷേത്രങ്ങളാണ് ഈ പൂരത്തിന്റെ ഭാഗമായി പങ്കെടുക്കുക. പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ 8 ഘടകക്ഷേത്രങ്ങൾ. 8 ഘടകക്ഷേത്രങ്ങളിലെ പ്രധാന ക്ഷേത്രമായ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആദ്യ കൊടിയേറ്റം നടക്കുക. കൊടിയേറ്റത്തിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാലൂരിലെ പൊതുസമൂഹം ഒന്നാകെ ഒരുമിച്ചെത്തിക്കൊണ്ട് ആവേശത്തോടുകൂടി ആചാരപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് കൊടിയേറ്റത്തിൽ പങ്കെടുത്തിരിക്കുന്നു. കൊടി ഉയർന്നിരിക്കുന്നു, പൂരക്കൊടി പാറുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ഇനി മറ്റുള്ള 9 ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റം നടക്കേണ്ടതുണ്ട്. തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ മറ്റ് ശേഷിക്കുന്ന 7 ഘടകക്ഷേത്രങ്ങളിലും പല സമയങ്ങളിലായി ഇന്ന് പകൽ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ കൊടിയേറ്റം നടക്കും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഈ കൊടിയേറ്റം കഴിഞ്ഞ് 6ാം നാൾ പൂരമാണ്. ആ പൂരം മാലോകരെ ഒന്നാകെ തൃശ്ശൂരിലേക്ക് ആകർഷിക്കുന്ന പൂരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ഒട്ടേറെ അനിശ്ചിതങ്ങളും ആശങ്കകളും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കഴിഞ്ഞ 2 വർഷക്കാലത്തെ പൂരം കടന്നുപോയിരിക്കുന്നു. എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പൂരമായി കഴിഞ്ഞ തവണ പൂരം മാറിയിരുന്നു. ഇത്തവണ അതിലും വലിയ ആവേശത്തോടുകൂടി പൂരത്തെ ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പുകളും മറ്റുമാണ് നടക്കുന്നത്. നമ്മളോടൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ രവീന്ദ്രൻ ചേരുകയാണ്. അദ്ദേഹം ഈ പൂരാഘോഷ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. പൂരത്തിന്റെ നടത്തിപ്പിലെ പ്രധാനപ്പെട്ട സംഘാടകനാണ്. ഇന്ന് ലാലൂരിൽ കൊടി ഉയർന്നിരിക്കുന്നു. മറ്റു ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റം നടക്കാൻ പോകുന്നു. ഇത്തവണത്തെ പൂരം എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് ദേവസ്വം ബോർഡും തൃശ്ശൂരിലെ പൊതുസമൂഹവും ഒക്കെ ഏറ്റെടുക്കുന്നത്? ഇത്തവണത്തെ പൂരം വളരെ നല്ല ഒരു ആവേശത്തോടു കൂടിയാണ് വരുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് കഴിഞ്ഞു, കാലാവസ്ഥ വളരെ അനുകൂലമാണ്. ചൂട് അല്പം കൂടി ശമനം ലഭിച്ചു കഴിഞ്ഞാൽ അതിഗംഭീരമായി 2025 അല്ലെങ്കിൽ 2025 വരെ ഉണ്ടായ പൂരത്തിനേക്കാൾ അതിഗംഭീരമായ പൂരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡും ഘടകപൂരങ്ങളുടെ കമ്മിറ്റികളും എല്ലാം. തീർച്ചയായിട്ടും അവിടെ പൂരത്തിന്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് കൊടിയേറ്റം നടന്നത്. ഘടക ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഇന്ന് കൊടിയേറ്റം നടക്കും. ഒപ്പം പാറമേക്കാവിലും തിരുവമ്പാടിയിലും ഇന്ന് കൊടിയേറ്റം ഉണ്ടാകും. 6ാം നാൾ പൂരമാണ്.